പറയുന്നത് പോലെ തന്നെ മെക്സിക്കൻ അപാരത എന്താ പറയുക ശരിക്കും എന്താ പറയുക മഹാരാജ് കോളേജിൽ നമുക്ക് എല്ലാവരും അറിയില്ല SFIയുടെ കുത്തകയാണ് അത്. അപ്പോൾ അവിടെ കേസുകാർ ആദ്യം കൊണ്ട് പൊടി വിട്ടു. ഇത് പണ്ട് ഉണ്ടായ കാര്യം. അപ്പോൾ അത് ഉണ്ടായ ഒരു ഫാക്ടറി ബേസിൽ സിനിമയായിരുന്നു. പക്ഷേ സിനിമ ചെയ്യുമ്പോൾ അന്നത്തെ കാലത്ത് ഈ പറയുന്നത് പോലെ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അന്ന് നമ്മളിതൊരു അതേപടി എടുത്തു വയ്ക്കുകയാണ് ചിലപ്പോൾ പടത്തിന് വിജയം ചിലപ്പോൾ ബാധിക്കുമായിരിക്കും. അങ്ങനെ ടോർണമെൻറ്റ് എൻ്റെ അസിസ്റ്റൻ്റ് യൂട്യൂബ് റൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനാണ് ആദ്യം സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. സ്ക്രിപ്റ്റ് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു നേരെ തിരിച്ചിട്ട് കാരണം എൻ്റെ അടുത്ത് പടം തിയേറ്ററിൽ ഓപ്പൺ സക്സസ് ആണ്. അപ്പം അന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇപ്പോൾ 2025 മെക്സിക്കൻ അപാരത ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു മാറ്റം വരുത്താൻ പറയുന്നു. കാരണം ഇപ്പോഴത്തെ സൈഡ് കുട്ടികളായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അന്നത്തെ സാഹചര്യം വേറെ ഇന്നത്തെ സാഹചര്യം കുറ്റബോധമുണ്ടോ? കുറ്റബോധമുണ്ടോ? അങ്ങനെ ഞാൻ നമുക്ക് കാലത്തിനനുസരിച്ച് പോകണമല്ല. നിങ്ങളെല്ലാം സ്മാർട്ട് ഫോണല്ലേ, പണ്ട് എന്തൊരു ഫോൺ ഉണ്ടായിരുന്നല്ലോ മാറിയില്ലേ? അത് കാലത്തിനനുസരിച്ച് മാറത്തേ ഉള്ളൂ. അപ്പോൾ ഇത് സിനിമയല്ലേ, ഇതാരും പേഴ്സണലാക്കി ചെയ്യണം. അത് ശരിക്കും ഉണ്ടായ സംഭവത്തിന് ബേസ് ചെയ്തിട്ട് ഒറിജിനൽ ആ സിനിമയിൽ ഇപ്പോൾ നമ്മൾ എന്താ പറയുക എൻ്റെ ക്യാരക്ടർ കൃഷ്ണൻ എന്ന് പറഞ്ഞ ആളെ കൊണ്ടു അങ്ങനത്തെ ആണ് കഥയിൽ പറയുന്നത്. പക്ഷേ വാസ്തവത്തിൽ അങ്ങനത്തെ അല്ല. എനിക്ക് ആക്ഷൻ സ്റ്റോറി എനിക്ക് അറിയില്ല. പക്ഷേ ആ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് നമ്മൾ ഫിക്ഷൻ ആക്കുകയാണ്. മെക്സിക്കൻ അപാരത റിയൽ ടൈം സ്റ്റോറിയാണെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. ഫിക്ഷനാണ്, ഡോക്യുമെൻ്ററിയിലൊന്നുമല്ല. അപ്പോൾ നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അതിനകത്ത് ഒറിജിനലായിട്ട് വന്നത് ജിനു എന്ന് പറഞ്ഞ ആളല്ലേ? ജിനു എൻ്റെ കൂടെ അഭിനയിച്ചു, താടി വെച്ചിട്ടുള്ള എൻ്റെ കൂടെ അഭിനയിച്ചിട്ട് ത്രൂ ഔട്ട് ഒരു കൽപ്പം പഠിച്ചത് താടി മുടി വളർത്തിയ ആളില്ലേ, അവനാണ് ശരിക്കും ഒടി ഒടിച്ച് അവിടെ കൂട്ടിയത്. അവനാണ് ശരിക്കും ടൊവിനോ. ടൊവിനോ അഭിനയിച്ച ക്യാരക്ടർ അവൻ്റെ ക്യാരക്ടർ. അപ്പോൾ നമ്മൾ സിനിമയുടെ സാഹചര്യം ആ സമയത്ത് നമ്മളന്ന് മാറ്റി. അത് ഞാൻ പറഞ്ഞത് 2025 ആണ് മെക്സിക്കൻ അപാരത ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു മാറ്റം നടത്താതെ യഥാർത്ഥ കഥ എടുത്തടിക്കും. ആ കാലത്തിനനുസരിച്ച് ഇനി ഒരു 10 കൊല്ലം കഴിയുമ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. ക്ലബിൻ്റെ കൂടെ ബൾട്ടിയാണ് ഇറങ്ങിയിരിക്കുന്നത്.